എന്നോട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷൻ ആരായിരിക്കും എന്നോട് ചോദിച്ചു ആരാ. ഞാൻ പറഞ്ഞു ഇങ്ങനെയെന്ന്. നമ്മുടെ കോളേജിൽ നിന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ ഒരു എക്സിബിഷന് വന്ന സമയത്താണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. നമ്മുടെ ക്ലാസ്സിൽ എക്സിബിഷൻ വെച്ച് ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടി വരൂല, അങ്ങനെ വന്നതാണ് മിഷാന്റെ ക്ലാസ്സിലേക്ക്. അപ്പൊ മിഷാറിന് നിന്റെ അതല്ലേ ഇത് ഇവളല്ലേ പറഞ്ഞേ, ഇവള് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. കലിപ്പനായിരുന്നോ മിഷാ? അല്ലല്ല, അന്ന് ഞാൻ വിചാരിച്ചു ഡെയിലി നമ്മളെ ക്ലാസ്സിന്റെ ഫ്രണ്ട് കൂടെ പോകുന്ന മിഷ കേട്ടോ. എന്തെന്ന് തോന്നി തുടങ്ങിയപ്പോ കാണുമ്പോ ഒരു ഭയങ്കര ഒരു മിടിപ്പാണല്ലോ നേരിട്ട് കാണുമ്പോ. എന്നിട്ട് അപ്പുറത്തെ ഒരു വെള്ളം കുടിക്കുന്നുണ്ട്, അത് നമ്മളിൽ കൂടി ഇപ്പൊ എങ്ങനെ എത്താനുള്ളൂ. ഇവിടെ ഫ്രണ്ട് കൂടി ഈ ഒരു ഡോറിന് ഇത് പാസ് ചെയ്യാനുള്ള പേടിയോണ്ട് അപ്പുറത്തു കൂടി വളഞ്ഞു പോയിട്ട് ആ കുടിച്ച് തിരിച്ച് ഇപ്പൊക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് മാത്രമേ കേൾക്കൂന്നുള്ളു. അതുകൊണ്ട് ഞാൻ പറയാണ് എനിക്ക് എന്നെ ഇഷ്ടത്. അതെ, കുറച്ച് ഇൻട്രോവേർട്ടാ. ഞാൻ എപ്പോഴും പറയുന്നത് എന്നോട് നിർത്ത്. എനിക്ക് തോന്നി അത് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നറിയാം. അപ്പൊ അത് മറികടക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോ പ്രത്യേകം സംസാരിച്ചു എനിക്കങ്ങനെ പറയുന്ന ഇഷ്ടമല്ല. ഹൈമാലി നീ അവളോ അഴക് ഇതിനോടൊപ്പം പറയല്ലോ. ആള് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് മഞ്ജുത്തികളെ വേറെ ഉണ്ടാവുമല്ലോ കോളേജില്. ഞങ്ങൾ സത്യമായിട്ട് തന്നെ പറയും. നൈറ്റ് മെസ്സേജ് പറയാണല്ലോ വേറൊരാളുണ്ട് എന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഉറങ്ങാൻ പറ്റിയിരുന്നോ? ഇല്ല, നല്ല ടെൻഷനായിരുന്നു. അല്ല, അത്രയും കളിക്ക് ഒരിതുണ്ടായി എന്നോട് എന്തോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ ടൈമിന് സ്പോട്ടിലെ പറഞ്ഞ ഞാൻ അന്ന് ചിന്തിക്കുന്നില്ല. ചില സിനിമയിലൊക്കെ കാണല്ലേ പെണ്ണുങ്ങൾ പറയുന്നത് നോക്കി ചിരിച്ച പ്രണയാണോ എന്നാണ്. അപ്പൊ അതൊക്കെ ചിന്ത പറഞ്ഞ അതെന്നെ ആയി. ഹായ്, ഹലോ, നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജിന ജോസ് പ്രകാശ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ആള് കുറേ വർഷങ്ങളായിട്ട് ശബ്ദം കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം നേടിയ ആളാണ്. ആളുടെ ഫേസ് കാണാൻ വേണ്ടി കുറെ ആയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആളുടെ മുഖം നമുക്ക് കാണിച്ചു തന്നു. സോ ആളുടെ ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരാണ്? മിസ്ട്രി ആൻഡ് മിസ്ട്രിയുടെ പ്രിയതമൻ. അതെ, സ്വാഗതം. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. ഹായ്. എനിക്ക് തോന്നുന്നു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആൻഡ് വ്ലോഗ് വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളിയായിരുന്നു. ഈ ഫേസ് റിവീൽ ചെയ്യുന്ന വീഡിയോ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ബോളിവുഡ് സിനിമയൊക്കെ കാണില്ലേ, അതാണ് ഉദ്ദേശിച്ചതാണ് തോന്നുന്നത്. അങ്ങനെ പക്ഷെ അതിനെക്കാട്ട് ഗംഭീരായിട്ട് വന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അറിയേണ്ടത് മിഷാൽ എന്ത് ചെയ്യുന്നു, ശരിക്കും മിസ്റ്റർ ചെയ്ത് കൂടുതൽ ഞങ്ങൾക്ക് രണ്ടുപേരെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആരൊക്കെയാണ് എന്താ ചെയ്യണേ പറയൂ. ഞാനിപ്പോ നാട്ടിലൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, ഒരു കോഫി ഷോപ്പ്. അപ്പൊ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ആ കോഫി ഷോപ്പ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ചെറിയ പരിപാടി എക്സ്ക്ലൂസീവ്. ഇതിനു മുമ്പ് ഗൾഫിലായിരുന്നു. എന്റെ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ചെറിയ ട്രാവൽസ് തുടങ്ങി. ഒട്ടിയെന്നല്ല, ഞങ്ങളെല്ലാം വേറെ വൈക്ക് പോയി. അതാണ് തുടങ്ങി വേറെ വൈക്ക് പോയില്ലേ. അപ്പൊ പിന്നെ അങ്ങനെ അടിച്ചു കൂട്ടേണ്ടി വന്നു. പിന്നെ നാട്ടിൽ ഒരു 1.5 കൊല്ലത്തോളായി. ഞാൻ പറഞ്ഞില്ലേ അന്ന് കല്യാണം ഫിക്സ് ചെയ്ത് പറഞ്ഞില്ലേ, ആ സമയത്ത് ആൾ നാട്ടിൽ വന്ന്. പിന്നെ ഇങ്ങനെ ഇപ്പം വേണോ വേണ്ടിയെന്നുള്ള ഇതില് പിന്നെ പോയതും ഇല്ല. അങ്ങനെ പിന്നെ ഷോപ്പിന്റെ പ്ലാൻ ചെയ്തു. ഇവിടെ മിസ്റ്ററി ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തു. ഇതൊക്കെ തന്നെയാണല്ലോ എന്റെ വർക്ക് എന്ന് പറയുന്നത്. വ്ളോഗർ. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു സമയത്ത് ബ്ലോഗർ ഇൻഫ്ലുവൻസർ എന്ന് പറയുമ്പോൾ ജോലിയായിട്ട് ആരും അക്സെപ്റ്റ് ചെയ്യാത്ത സമയമുണ്ട്. ഇന്ന്
നമുക്ക് ഒരു യൂട്യൂബർ ആണ് വ്ളോഗർ ആണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എങ്ങനെയാ? എന്താ വെച്ചാല് അതിന് ആർക്കും അറിയില്ല ഇതിന്റെ പിന്നിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അധികം ആർക്കും അറിയൂല. കുറെ ആൾക്കാർ വിചാരിക്കും ഓൾ ഫോൺ തൂക്കി. പക്ഷെങ്കിൽ എന്റെ ഫാമിലിയിലും ഞാൻ കണ്ടെടുത്തോളം ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഞാൻ ഇതാ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു വാല്യൂ തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ചുകൂടി ആൾക്കാർ മാറി തുടങ്ങിയല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇതിൽ നമുക്ക് ഇൻകം വരുന്നു, നമുക്ക് പ്രൊമോഷൻസ് കൊളാബ്സ് ഇതൊക്കെ ഉണ്ടാവുന്നൊക്കെ ആൾക്കാർക്ക് മനസ്സിലായത്. പിന്നെ നമ്മൾ ചെയ്യുന്നൊക്കെ കാണുകയാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഫാമിലിയിൽ നിന്നാണെങ്കിലും മൊത്തത്തിൽ എനിക്കൊരു സപ്പോർട്ട് ഒരു വാല്യൂ കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. എനിക്ക് ഉമ്മയല്ലേ ആദ്യം ഇത് തുടങ്ങാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തേ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കില്ലേ? അതെ, ഞങ്ങൾ നിക്കാഹ് കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞു. നമുക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിരുന്നു. പിന്നെ നിക്കാഹും കഴിഞ്ഞൊരു 2.5 വർഷം ആയപ്പാണ്. അപ്പൊ നമ്മൾ അന്നോട്ടേ അറിയുന്ന ഐ മീൻ എന്താ ഞാൻ നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞ മാറി ഇത് തുടങ്ങിയ ഞങ്ങൾ റിലേഷൻ 2 year കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ? എങ്ങനെയാ? അപ്പം ജൂലൈയിലേക്ക് 3 വർഷമാവും നിക്കാഹ് കഴിഞ്ഞിട്ട്. അത്രയും ടൈം സപ്പോർട്ടീവ് ആയിട്ട് ഉണ്ടാവുമല്ലോ. ആൻഡ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുമുട്ടിയത്? നമ്മള് കോളേജിൽ നിന്നാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. ഒരേ കോളേജ് ഒരുമിച്ചാണോ? സീനിയർ ആയിരുന്നു. ഞാൻ ബികോം CA. അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ ഒരു എക്സിബിഷന് വന്ന സമയത്താണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത്. ഒടുക്ക് എക്സിബിഷന് വന്ന ആദ്യം ഒടുക്ക്, പിന്നെയാണ് ഞങ്ങൾ അടുത്തത്. അത്ര വരെ കഴിഞ്ഞു. വളരെ നല്ലൊരു പ്രണയ സ്റ്റോറി ആയിരുന്നു. അന്ന് നമ്മള് കുറച്ച് എക്സ്പെരിമെന്റ് സാധനമൊക്കെ കൊണ്ടുപോയിണ്ടായി ഞാൻ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ എക്സിബിഷൻ വെച്ച് ഓരോ സാധനങ്ങൾ കാണാൻ വേണ്ടി വരൂല, അങ്ങനെ വന്നതാ മിഷാന്റെ ക്ലാസ്സിലേക്ക്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കാണുന്നേ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറഞ്ഞ് കുറച്ച് ചെറിയ അതല്ല, ഞാൻ 2 എണ്ണം കൊണ്ടുപോയിണ്ടായിരുന്നു. ഒന്ന് എന്റെ ഫ്രണ്ടിന് കൊടുത്ത്, ഒന്ന് ഞാനും വെച്ച്. ഓക്കെ, അപ്പൊ മിഷ വന്ന് എന്റെ അടുത്ത് ചോദിച്ച് അടുത്ത ഫ്രണ്ടിനോട് ചോദിക്കുക. അപ്പൊ ഓൾക്കൊന്നും പറയാനില്ല, ഓൾ ഞാൻ തോണ്ടി പറ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാം. അപ്പൊ മിഷ പറഞ്ഞ് നിന്റെത് അതല്ലേ, ഇത് ഇവളല്ലേ പറയണ്ടേ, ഇവള് പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ആരെങ്കിലും പറഞ്ഞു തന്നാ പോരേന്ന് ചോദിച്ച് അപ്പനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ചാർട്ടിലൊക്കെ ഇതൊക്കെ വായിച്ചിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അത് പറ്റെങ്കിൽ സ്വന്തം വായിച്ച് മനസ്സിലാക്കി. അങ്ങനെ പറഞ്ഞ് അടിയായി. കലിപ്പനായിരുന്നോ മിഷ? അല്ലല്ല, അന്ന് ഞാൻ വിചാരിച്ചു എന്തോ മുരടൻ ഒരു കലിപ്പനാന്ന് വിചാരിച്ചത്. പിന്നെ ക്ലാസ്സിന്റെ ഞങ്ങളുടെ ക്ലാസ്സിന്റെ നേരെ അപ്പുറത്താണ് ഇവരെ ക്ലാസ്. അപ്പൊ ഇങ്ങനെ വരാന്തേ കൂടി പോകുമ്പോ എങ്ങനെ കാണല്ലോ ഇതൊരു മുരടൻ. ഫസ്റ്റ് തന്നെ വന്നൊരു ജൂനിയറിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ബാക്കി ജൂനിയേഴ്സ് ഒക്കെ അന്ന് വന്നിട്ട് സീനിയേഴ്സും സൂപ്പർ സീനിയേഴ്സ് ഒക്കെ വന്ന് പ്രൊപ്പോസ് ചെയ്യാ ഭയങ്കര ഇതാക്കി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ടെൻഷനിലും ഇതിലൊക്കെ നിൽക്കുക. അപ്പൊ ആ മിഷ വന്ന് ഈ കലിപ്പ് സംഭവം ഇറക്കണത് മൊത്തത്തിൽ എല്ലാ ബാഡുകൂടി മിഷാനെ തലക്കിട്ടാ കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ പുറത്ത് വരാന്തേ കൂടി പോകുമ്പോ എന്തോ ഒരു ഇങ്ങനെ നോക്കുന്ന സാധനം അങ്ങനെ എന്നെ നോക്കൂ, അങ്ങനത്തെ ഒരു തെറ്റിയതാണല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അങ്ങനെ നോക്കി പിന്നെ നോട്ടത്തിന്റെ ഭാവനകളൊക്കെ മാറാൻ തുടങ്ങി കുറച്ചില്ലേ. അങ്ങനെ ആളുടെ ഒരു വേർഷൻ എങ്ങനെയാ ഈ സ്റ്റോറി? ഈ കഥ ആളുടെ മിഷാന്റെ സൈഡിൽ എങ്ങനെയാ ഇത് ആളെ ആദ്യമായിട്ട് കാണുന്നത്? ശരിക്കും അറിഞ്ഞുകൊണ്ട് കലിപ്പനാക്കിയതല്ലേ? അല്ല സത്യം, ഞാൻ ആദ്യം അവളെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയത്. അപ്പൊ ഇവളോട് ചോദിച്ചാൽ ഒന്നും പറയുന്നില്ല. സംഭവം എന്താ വെച്ചാൽ നമ്മള് ജൂനിയർ ആണല്ലോ, നമ്മളൊന്നും മീനാവണല്ലോ. അങ്ങനെ ഇവിടെ ഒന്നും പറയാം. അപ്പൊ ഞാൻ എന്തോ ഹൈയില് നിക്കുക, അതായത് നമ്മളിങ്ങനെ സംസാരിച്ച് നമുക്ക് എന്തോ വിവരമുള്ളവണ്ണം പറയാണല്ലോ. അപ്പോൾ അവള് വന്ന് അത്യാവശ്യം കുറച്ച് പഠിപ്പിയാട്ടോ, അങ്ങനെ സപ്ലി ഇല്ലാണ്ട്. അല്ല ഇവനക്ക് ഞാൻ നോക്കുമ്പോ അക്കൗണ്ട്സിലൊക്കെ എന്തോ പേപ്പർ ക്ലാസ് ടെസ്റ്റിൽ എന്തോ പേപ്പർ പുറത്തുനിന്ന് ഇങ്ങനെ ഓന്റെ ഫ്രണ്ട് ചെക്ക് ചെയ്യുന്നോ നോക്കുമ്പോ ഇവനക്ക് എത്ര 40 38 അതും അക്കൗണ്ട്സിലേ. എനിക്ക് അതിന് മാത്രമേ മാർക്ക് ഉണ്ടാവുള്ളൂ. ഇവനക്ക് മാത്സും അക്കൗണ്ട്സ് ഒക്കെ ഭയങ്കര ഇതാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോ പഠിപ്പിച്ചു ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോന്നിലും ഇങ്ങനെ തോന്നില്ല. പിന്നെ അത്യാവശ്യം നല്ലോണം ചിത്രം വരയ്ക്കേ. ക്ലാസ് റൂം വന്ന് പെയിന്റ് അടിച്ചപ്പോ എക്സിബിഷൻ വേണ്ടിയിട്ട് ഓരോ റൂമത്തെ ഒരു ചുമര് ഫുള്ള് മിഷാണ് വരച്ചിട്ട് പെയിന്റ് ഒക്കെ എല്ലാവരോട് കൂടിയാ. പക്ഷെ മിഷ വരയ്ക്കുകയൊക്കെ ചെയ്ത് അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഇംപ്രസ് ആവുമല്ലോ. കഴിവുണ്ട്, പഠിക്കും, സപ്ലി ഒന്നും ഇല്ല. അങ്ങനെ ചെക്കന്മാർക്ക് പൊതുവെ സപ്ലി ഇല്ലാണ്ടൊക്കെ കുറവല്ലേ.
അപ്പൊ മൊത്തത്തിൽ ഇങ്ങനെ ഇംപ്രസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അത്ര കുഴപ്പമൊന്നുമില്ല, തിരക്കേടില്ല അങ്ങനെ. കലിപ്പനൊന്നുമില്ല. എന്നിട്ട് ആളെ ഫ്രണ്ടിന്റെ അടുത്ത് പോയി. അപ്പൊ ഇവള് വന്ന് പറയാ നിനക്കെന്തോ ഡൗട്ട് ഉണ്ട് എന്നോട് ചോദിക്കുന്നു. നമുക്കത് ഇഷ്ടപ്പെട്ടി. നോർമലി ഇഷ്ടപ്പെടില്ല, നമ്മള് ജൂനിയർ നമ്മളോട് ഞാൻ മെയിൻ ആവുന്ന പോലെ ഫീൽ ചെയ്ത്. അപ്പൊ അങ്ങനെ ആട്ടും കൂടെ സംസാരിച്ച് പിന്നെ അന്ന് ഞാൻ ഇറങ്ങി പോന്ന്. പിന്നെ ഇവിടെ പറഞ്ഞ തന്നെ ഡെയിലി ഇങ്ങനെ കാണും. ഞങ്ങൾ അയൽവാസികളാ, അതായത് എന്റെ ക്ലാസ്സിന്റെ. അപ്പൊ എനിക്ക് അത് പുറത്തേക്ക് പാസ് ചെയ്യണമെങ്കിൽ വില ഇത് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഡെയിലി ആയിട്ടും കൂടെ ഒക്കെ പോകും. ഇവരുടെ ക്ലാസ് റൂം കടന്നു പോണം. കടന്നു പോണം. ഓക്കെ. അപ്പൊ ഡെയിലി കാണല്ലോ. വിശാഖില്ലേ മീൻസ് ക്രഷ് തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ കുഴപ്പമില്ല, ഇതിനെ ഒരുപാട് കഥയില്ലേ. അല്ല ഡെയിലി നമ്മളെ ക്ലാസ്സിന്റെ ഫ്രണ്ട് കൂടെ പോകുന്ന വിശാട്ടോ എന്തോന്ന് തോന്നി തുടങ്ങിയപ്പോ കാണുമ്പോ ഒരു ഭയങ്കര ഒരു മിടിപ്പാണല്ലോ നേരിട്ട് കാണുമ്പോ. എന്നിട്ട് അപ്പുറത്തെ ഒരു വെള്ളം കുടിക്കുന്നുണ്ട്, അത് നമ്മളതിൽ കൂടി ഇപ്പൊ എങ്ങനെ എത്താനുള്ളൂ. എന്നിട്ട് ഫ്രണ്ട് കൂടി ഈ ഒരു ഡോറിന് ഇത് പാസ് ചെയ്യാനുള്ള പേടിയോണ്ട് അപ്പുറത്തു കൂടി വളഞ്ഞു പോയിട്ട് കുടിച്ച് തിരിച്ച് 6 മാസം ഞാൻ അങ്ങനെ കലിപ്പൻ ലോലനായ മാറ്റം. ഓക്കെ, എന്നിട്ട് ആരോടാ പ്രപ്പോസ്? ഫസ്റ്റ് ഇവളെ എന്റെ അടുത്ത് പറഞ്ഞു. അത് തോന്നി ഞാനത് പറയൂലെന്ന് തോന്നിയ ശേഷം എന്നോട് പറഞ്ഞായിരിക്കും. കോളേജിൽ നിന്ന് വിട്ട് പോകുന്നതിന് മുൻപാണോ പറഞ്ഞത്? ജസ്റ്റ് കുറച്ച് മുന്നേ അല്ലേ, ഒരാഴ്ച മുന്നേ അങ്ങനെ എന്തോ നമ്മള് അവിടെ നിന്ന് അങ്ങനെ നിന്നിട്ടുള്ളൂ. ഓക്കെ, ഞങ്ങൾക്ക് പ്രണയിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഇനി വീട്ടുകാർ വിചാരിക്കണം ഞങ്ങൾ കോളേജിൽ നിന്ന് പ്രണയിച്ചു നടന്നു. ഒന്നും പ്രണയിച്ചിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ആള് പ്രപ്പോസ് ചെയ്തു മീൻസ് എന്നോട് ചോദിച്ചു ആരെങ്കിലും ഉണ്ടോന്ന് എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടെൻഷൻ ആരായി എന്നോട് ചോദിച്ചു ആരാ. ഞാൻ പറഞ്ഞു ഇങ്ങനെയെന്ന്. കൊള്ളാം. എന്തായിരുന്നു ആ സമയത്ത് മനസ്സില്? ആ ഫീൽ എന്തായിരുന്നു? ഒരു മറ്റേ തട്ടത്തി ഞാൻ പറയട്ടെ, തട്ടത്തി മരത്തില്ലേ നിവിൻ പോളി, അതൊന്ന് കാണിച്ചു. നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നടനവൻ ഭാവിയിൽ പ്ലാൻ എന്തേലും കാണിച്ചോ ആ സമയത്ത്? അപ്പൊ എന്തായാലും ശരിക്കും എനിക്ക് ഫീൽ ചെയ്തേ ഭയങ്കര ഹാപ്പി. കുറച്ച് എക്സ്പ്രസീവ് അല്ല, അതുകൊണ്ടാണ് ഫേസിൽ വരൂല. ഞാനാണ് അഭിനയിക്കാൻ മനസ്സിൽ ക്യാമറ വെക്കാം. അതെ, കുറച്ച് ഇൻട്രോവേർട്ടാ. ഞാൻ എപ്പോഴും പറയുന്നത് എന്നോട് നിർത്ത്. എനിക്ക് തോന്നി അത് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യുന്നറിയാം. അപ്പൊ അത് മറികടക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോ പ്രത്യേകം സംസാരിച്ചു എനിക്ക് പറയുന്ന ഇഷ്ടമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇപ്പൊ കോളേജിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഓഫ്കോഴ്സ് ഈ സുന്ദരിയുടെ പുറകെ നടന്നിട്ടുണ്ടാകും, പക്ഷേ ഉറപ്പായിട്ടും. അപ്പൊ അതിന്റെ ഇടയിൽ നിന്ന് ഈ ആളെ മാത്രം ഇതാണ് നമ്മുടെ ചെറുക്കൻ എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാ? ഇതെന്ന് പറയുമ്പോ ഇതിലൊന്നും എനിക്ക് പങ്കില്ല, സ്വന്തം കൈ അല്ലാതെ പറയാൻ പറ്റും ആള് സുന്ദരിയല്ലേ? അതുകൊണ്ടാണല്ലോ നോക്കി. ഞാൻ എന്തായാലും ഞാൻ സുന്ദരി ആയിക്കല്ലോ. അങ്ങനല്ല, ഒരു നോർമലി ഒരു പുരുഷൻ ആദ്യം ഒരു സ്ത്രീനോട് എന്തെങ്കിലും തോന്നെങ്കിൽ നമ്മ സംസാരിച്ച് പരിചയമൊന്നുമില്ല, എങ്ങനെയാലും സൗന്ദര്യം കണ്ടിട്ട് ഉണ്ടെന്ന് പറയാ, സൗന്ദര്യം ഉണ്ടെന്ന് പറയാ. ശരി, താങ്ക് യു. ഇപ്പൊ ഇത്രയും ആൾക്കാര് പുറകെ നടക്കുന്ന സമയത്ത് ആളോട് ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താ? അതെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര അതുവരെ വന്നവരൊക്കെ എന്താ അറിയോ, ഒരു കല്യാണിക്ക് താല്പര്യാന്നൊക്കെ പറഞ്ഞാണ് വരുന്നത്. ബട്ട് എനിക്ക് തോന്നും ഭയങ്കര ഷോ ഇടും പോലെ, അങ്ങനല്ല, ജെന്യൂൻ അല്ലാത്ത പോലെ ഉണ്ടാവില്ലേ. പിന്നെ ഓരോരുത്തൊക്കെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് ഞാൻ അന്നൊന്നും ഈ പ്രേമവിരോധിയാണ് ഞാൻ. അപ്പൊ ഞാൻ അതുവരെ ആരോടും ഇഷ്ടാന്ന് പറയേ, ഈ മിഷാലിനെ കാണുന്ന വരെ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ 10th എന്നൊക്കെ ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു, ചെറിയൊരു ഇതെന്നല്ലാതെ അല്ലാണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുവരെ ഫ്രണ്ട്സിനെ പോലും അതൊന്നും ചെയ്യാൻ പാടില്ല, ഫാമിലി കൊണ്ടുവരുന്നത് ചെയ്യാ, ആ മൈൻഡ് പോയിക്കൊണ്ടിരുന്ന ആളെ ഞാൻ. അപ്പൊ ഇങ്ങനെ പ്രൊപ്പോസൽ കാര്യമൊക്കെ വന്നപ്പോൾ ഓരോടൊക്കെ ഞാൻ പറയും ഞാൻ എൻ്റെ ഉമ്മ ഇപ്പം കാണിച്ചു തരുന്ന ആളെ കേട്ടുള്ളൂ. അപ്പോൾ സ്നേഹിക്കാൻ താല്പര്യം ഉണ്ടോ? ഇവനെ പറയും ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിക്കാന്നുള്ള പോളിസി ആയിട്ടാണ് ഞാൻ നടക്കുന്നതൊക്കെ പറഞ്ഞു. ഞാൻ ഇതിനെ കണ്ടുപോയി ഇഷ്ടാന്ന് പറഞ്ഞിട്ട് മനസ്സ് എങ്ങോട്ട് മാറ്റിക്കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എനിക്ക് അതൊന്നൊരു എൻ്റെ അടുത്ത് വരുന്നതൊക്കെ ഭയങ്കര ഒരു വെറുപ്പിക്കുന്ന ടൈപ്പ്, മീൻസ് കോളേജ് വെറുപ്പിക്കാൻ പാകത്തിനുള്ള അങ്ങനത്തോലൊക്കെ ആയിരിക്കും മേ ബി വന്നേ ഉണ്ടാവുക. സംസാരിക്കാൻ അടി ഉണ്ടാക്കാനാണെങ്കിൽ എല്ലാത്തിനും ഞാൻ മുമ്പിൽ എന്നുള്ളതിൽ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ
ഇതിനെ കണ്ടപ്പോ എനിക്കൊരു പാവോ ഒരു ക്യൂട്ട് എന്താ പറയാ നല്ല സോഫ്റ്റ് ആണെന്ന് തോന്നി. ലൈഫിൽ എന്തൊക്കെ വന്നാലും നമ്മളെ കൂടെ നിൽക്കും. മീൻസ് ഈ ദേഷ്യം പിടിക്കൂല, മീൻസ് ഷൗട്ട് ചെയ്യൂല, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടാവില്ലേ, അങ്ങനെ ഫീൽ ചെയ്ത്. മറ്റുള്ളൊക്കെ എല്ലാത്തിനും ഇറങ്ങി പോകുന്ന ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ അടിപിടി അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ അല്ല. ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ഫണ്ണി ആയിട്ട് തമാശൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കുന്നത്. അപ്പൊ അത് നമുക്ക് ലൈഫ് ലോങ് കിട്ടാന്ന് പറയുമ്പോ അടിപൊളിയായിരിക്കല്ലോ. എനിക്ക് വയലന്റ് ആവുന്ന ആൾക്കാർ ഇഷ്ടമല്ല. എനിക്ക് സമാധാനം അങ്ങനെയാണ് ഇഷ്ടം. ഓ അത് പറയുമ്പോഴേ ആളിങ്ങനെ ചിരിക്കുക നാളെ. അപ്പൊ ഞാന് അതായത് തീരെ വയലന്റ് ആവില്ലെന്നല്ല കേട്ടോ, ആവശ്യത്തിനനുസരിച്ച്. പക്ഷെ അത്യാവശ്യം നല്ല വയലന്റ് ആവും. ബട്ട് ചെറിയ കുറെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ. അപ്പൊ എനിക്ക് അതെ. കോളേജിൽ നിന്നൊന്നും തീരെ വയലന്റ് ആവുന്ന ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര എപ്പോഴും ചിരിച്ചെല്ലാരോട് കളിച്ച് ചിരിച്ച് സംസാരിച്ച് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആ ഫേസേ ഞാൻ കണ്ടിട്ടുള്ളൂ, ചിരിച്ചോണ്ട് നിൽക്കുന്ന ഫേസ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ ഒരുപാട് മഞ്ജുത്തികളെ വേറെ ഉണ്ടാവുമല്ലോ കോളേജിൽ. എന്തോരം പറ്റിപ്പോയി എന്നൊക്കെ അങ്ങനെയൊക്കെ ഇത് പ്ലാൻ ചെയ്തൊന്നല്ലല്ലോ. പിന്നെ ക്രഷ് ഒക്കെ കുറെ ആളോട് ഞങ്ങൾ സത്യമായിട്ട് തന്നെ പറയും. ഇത് ഓട്ടോമാറ്റിക്കലി വന്ന ഫ്ലോയിൽ അങ്ങ് പോയി പോയതാണ്. ആളടുത്ത് പോയിട്ട് ചോദിക്കാണ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ? ഇല്ല, ഞാൻ ഒരാളുണ്ടെന്ന് പറയുന്നു. അപ്പൊ മെസ്സേജ് ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു, അതായത് മിഷാലിന്റെ ഫ്രണ്ട് ഞാനൊക്കെ നല്ല കമ്പനി ആയി. കൂടുതൽ ഒരു ഫസി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, മിഷാലിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ആള് ഭയങ്കര കമ്പനിയാണ്, കോമഡി. ആ ഒരു ഗ്യാങ് നല്ല രസമായിരുന്നു പോലെ, ഒരു ഫണ്ണായിട്ട് ഇങ്ങനെ നടക്കുന്നത്, തമാശ കളിച്ച്. അപ്പൊ ആളൊരു നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു പരിചയത്തിലാണ് പിന്നെ വിശാലോട് ഞാൻ മെയിനായിട്ട് ആളോട് കമ്പനി ആകാൻ കാരണം വിശാല വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് വേറെ കാര്യം കേട്ടല്ലോ. പക്ഷെ ആ സമയത്ത് വിശാല മൈൻഡ് പോലെ വെക്കൂല, എന്നാലും എന്റെ ഉള്ളിൽ ഉദ്ദേശം ഇതായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ മെസ്സേജ് അയച്ച് ഇങ്ങനെ കമ്പനി ആയി തുടങ്ങി. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു ആരെങ്കിലും ഉണ്ടോ. അപ്പൊ എനിക്ക് അറിയത് എന്താ ഉള്ളിൽ ഉദ്ദേശം എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പറയുന്നേക്കാളും നല്ല ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചാൽ ആരാന്ന് ചോദിച്ചു. ഞാൻ പറയാം നാളെ പറയാം, ഇന്നിപ്പോ എടുക്കാം, നാളെ പറയാം, കോളേജിൽ നിന്ന് നേരിട്ട് വന്നിട്ട് ചോദിച്ചാൽ അപ്പൊ പറയാന്നാണ്. നിശാഖ പറഞ്ഞല്ലോ ഒരു ഷൈ ടൈപ്പ് ആണല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ സംസാരിക്കലൊന്നുമല്ലോ കോളേജിൽ നിന്നൊന്നും. ആൾക്കാരെന്തേലും ഇതാക്കുന്നൊക്കെയുള്ള മൈൻഡിൽ ഞാൻ പറയും ഞാൻ പ്രേമവിരോധി. അപ്പൊ കണ്ട എന്തേലും ആൾക്കാർക്ക് തോന്നുന്നു എന്നുള്ള മൈൻഡിൽ ഞാൻ ഫ്രണ്ട്സിനൊന്നും അറിയില്ല. ഓരൊക്കെ ഇപ്പോഴും എന്നെ പറയാറുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് ചതിച്ചാൽ അതെ സീക്രട്ട് ആയിട്ട് വെച്ചാലേ കാരണം. അപ്പൊ അങ്ങനെ കോളേജിൽ നിന്ന് വെയിറ്റ് ചെയ്ത് ക്ലാസ് കഴിഞ്ഞാൽ എൻ്റെ അടുത്താന്ന് ചോദിച്ചു ആരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ. ആള് പ്രപ്പോസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആള് പറയാണ് നീ തന്നെ ആണെന്ന് പറയുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിൽ ഇട്ടുപൊട്ടിയോ? ഉറപ്പായിട്ടും അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന മറുപടി എന്തായിരുന്നു പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞില്ല തോന്നില്ലേ. പറഞ്ഞില്ല. പക്ഷെ അതൊന്നും പറയാണ്ട് എന്തോ എനിക്ക് മനസ്സിലാക്കി, സന്തോഷമായിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കിയത്. പിന്നെ അപ്പോഴേക്കും ഫ്രണ്ട്സ് വന്നതിൽ ഞാൻ അങ്ങ് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഇനിയിപ്പോ റിപ്ലൈ എന്താക്കിയോ മീൻസ് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണല്ലോ മെസ്സേജ്. അങ്ങനെ പിന്നെ വിശാഖ് ഭയങ്കര സന്തോഷായി. അന്നെന്തോ ഞാൻ പറഞ്ഞത് അങ്ങനെ വെച്ചാല് കുറച്ച് സന്ധ്യ അടിച്ചിട്ടുണ്ട്. ഉള്ളാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സങ്കടമായി, ഇങ്ങനെ ചെറുത്ത് പോയിരുന്ന് സങ്കടായി, കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അതെ സന്തോഷം കൊണ്ടുള്ള സത്യാണോ? എനിക്ക് വാഴയിലെ ഹാഷിറിനെയാണ് ഓർമ്മ. കഥ ഇമാജിൻ ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. ആള് നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ ആളോട് ഇവിടെ ഒരു പ്രപ്പോസൽ ആയിട്ട് നടന്നിട്ടില്ല, പക്ഷെ നിങ്ങൾ ഗ്രാജുവലി അത് ആ മൊമെന്റ് അങ്ങോട്ട് വരിക ചെയ്യുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് ഒരു വെറൈറ്റിക്ക് ആളെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കാം. നല്ല പ്രപ്പോസൽ അങ്ങോട്ട് കാഴ്ച. അല്ല എന്റെ ഉള്ളിലെ നടനും ഇങ്ങോട്ട് പുറത്തു വരും. അതെ അത് കണ്ടിട്ട് സിനിമയിൽ വിളിക്കണം കേട്ടോ. അങ്ങനെ എത്ര പേരെ ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് നമ്മൾ ഇത്ര കുറച്ച് പേരല്ലേ ഉള്ളൂ. അതായത് ഇഷ്ടമുണ്ട്. കോളേജിന്റെ ലാസ്റ്റ് ദിവസമാണ്. മിസ്ട്രീനോട് ഇന്ന് പറയണം. പിന്നെ എനിക്ക് വേറെ ദിവസമില്ല. അപ്പൊ ഇന്ന് എന്തായാലും ധൈര്യത്തോടെ ചോക്ലേറ്റിലെ റെഡിയാ. അത് വേണേ മിസ്റ്ററിനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിക്കാം. അങ്ങനെയുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതാ. നീ അവളോ അഴക് ഇതിനോടൊപ്പം പറയാ.
ഇവളെ ഫേസ് നോക്കിട്ട് പ്രപ്പോസ് ചെയ്യണം. വേറെ ആരെയും കൊണ്ടുവരണോ? പ്രപ്പോസ് ചെയ്യിപ്പിക്കണ പറഞ്ഞേ. ഇതാണ് നമ്മുടെ നായിക. ഞാൻ തിരിഞ്ഞു നിൽക്കണോ? എക്സ്ക്യൂസ് മീ. അതെ പറവേ. മിസ്ട്രി അങ്ങനല്ലേ നോർമലി പ്രപ്പോസ് ചെയ്താൽ ചോദിക്കാ ഏതാ ലവ് യു എന്ന് പറഞ്ഞാൽ മതി. അല്ലല്ല, കുറച്ച് രസമായിട്ട് ആള് എന്ത് രസമായിട്ട് അതിനെ കൊണ്ടുപോയത്. ഇപ്പൊ കേൾക്കുമ്പോ ഞങ്ങൾക്ക് രോമാഞ്ചം. നല്ല പ്രപ്പോസൽ ചാർജ് ആയി. ഇത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാൻ. ഇത് കണ്ടോണ്ട് എനിക്ക് ഒരാളെ പോയിട്ട് പ്രപ്പോസ് ചെയ്യാം. എന്നാ പറഞ്ഞു എനിക്ക് ചിരിച്ചിട്ട് ഇവിടെ വേദന എടുക്കുന്നത്. ബ്ലഷ് പെട്ടെന്നൊക്കെ ചോദിച്ചാൽ വെയിറ്റ് എന്നാലും വെറുതെ നീ സ്വന്തം ഭാര്യയാണ്, ധൈര്യത്തോടെ പ്രപ്പോസ് ചെയ്യാം. അതാ പ്രശ്നം. ഏതെങ്കിലും സിനിമയിലും പറഞ്ഞാൽ മതിയാ. അല്ല എന്ത് മിക്സ് ചെയ്തോ. പക്ഷെ ആളിത് കോളേജ് ലാസ്റ്റ് ഇയർ, ഡിഗ്രി കാലഘട്ടം ലാസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ആള് ഈ ലാസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ. ഇന്ന് പറയണം. അപ്പൊ ഫ്രണ്ട്സ് ഒന്നും ഇല്ല. കറക്റ്റ് ഒറ്റക്ക് ആളെ കിട്ടിയിട്ടുണ്ട് കോളേജിന്റെ ബാക്ക് സൈഡിൽ. അപ്പൊ ഇത് ഇന്ന് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ കോളേജിൽ തന്നെ പറഞ്ഞിട്ട് പോണം എന്നാണ് ആഗ്രഹം വിശാലിൻ്റെത്. വേറെ എവിടെ നിന്നല്ല, കോളേജിൽ ഒന്നും ഇഷ്ടം കോളേജ് തന്നെ പറഞ്ഞിട്ട് പോണം. സോ ആൻസർ എന്തായാലും കുഴപ്പമില്ല. പക്ഷെ കുറെ നാൾ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. നിങ്ങൾ ഞാൻ കോളേജ് ദിവസത്തേക്ക് കൊണ്ടുപോവുകയാണ്. എനിക്ക് ശരിക്കും ആ ഒരു ആർട്സ് ഉണ്ടായി, ഞങ്ങള് സംസാരിച്ചൊരു ദിവസം. എനിക്ക് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ അങ്ങോട്ട് പോകും. ഞങ്ങൾ ക്യാമറ ആയിട്ട് തുണിയൊക്കെ എടുത്ത ദിവസല്ലേ അന്ന്. ഞാൻ എന്നോട് കുറെ ദിവസമായി പറയണമെന്ന് വിചാരിക്കുന്നത്. ഇത്രയും കാലം പറയാനുള്ളത് എൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ചിപ്പയ്ക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവ് മാത്രമേ കേൾക്കൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് എന്നെ ഇഷ്ടം. ഐ ലവ് യു ടു. കൊള്ളോ, ഞാൻ പറയാൻ കാത്തിരിക്കുന്നൊക്കെ. റിയാക്ഷൻ അതായിരിക്കും മനസ്സിലായോണ്ട് ഇനി പറയാ. ശരിക്കും നിങ്ങൾക്ക് അവസാനം മനസ്സിലായിട്ടുണ്ട് രണ്ടുപേർക്ക് ഇഷ്ടമുണ്ട്. അതുണ്ട്. ഒരാള് പറയാൻ ശരിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നോട് ഇഷ്ടമാണ്. പിന്നെ എന്താ പറയാത്തെ? അപ്പൊ ഞാനപ്പോ ഉണ്ടല്ലോ, ഞാൻ നാളെ ഒരാളോട് ഇഷ്ടമുണ്ട് നാളെ പറയാനപ്പോ ഇനി വിചാരിച്ചോ ഞാൻ ഇങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് പെട്ടെന്ന് തോട്ടുന്നില്ല. അത്രക്ക് ബുദ്ധിയിലാണ് കിടന്ന് ചിന്തിച്ച് ചെയ്താൻ. അപ്പം ഇങ്ങനെ ഇത് പ്രഷറാണല്ലോ. അങ്ങോട്ട് ചിന്തിച്ചില്ലേ. അപ്പൊ ഈ സർപ്രൈസ് ആയില്ലേ. നൈറ്റ് മെസ്സേജ് പറയാണല്ലോ വേറൊരാളുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഉറങ്ങാൻ പറ്റിയായിരുന്നോ? ഇല്ല, നല്ല ടെൻഷൻ. വിചാരിച്ചിട്ടോ അല്ല, അത്രയും കളിക്ക് എഴുതുണ്ടായി എന്നോട് എന്തോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ആ ടൈമിന് സ്പോട്ടിലെ പറഞ്ഞ ഞാൻ അന്ന് ചിന്തിക്കുന്നില്ല. അങ്ങനെ നോക്കി ചിരിച്ചത് എനിക്ക് എന്തിനു സൂചന. സിനിമയിലൊക്കെ കാണല്ലേ പെണ്ണുങ്ങൾ പാടിയത് നോക്കി ചിരിച്ച പ്രണയാണോ എന്നാണ്. അപ്പൊ അതൊക്കെ ചിന്ത പറഞ്ഞോലെ അതെന്നെ ആയി. ഇതൊക്കെ സത്യമാണോന്നല്ലേ. എത്ര വർഷം പ്രേമിച്ചായിരുന്നു നിങ്ങള്? നമ്മൾ അങ്ങനെ പ്രണയിച്ച് നടന്നിട്ടൊന്നുമില്ല. കോളേജ് ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വീക്കാണ് ആള് നമ്മൾ പറഞ്ഞത്. അത് കഴിഞ്ഞ ആൾ പോയി. പിന്നെ ഞാൻ അപ്പോഴേക്ക് തേർഡ് ഇയർ ആയി. പിന്നെ നമ്മളെ എക്സാം, വൈവ, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ തിരക്ക് അങ്ങനെ. പിന്നെ ആകെന്ന് വെച്ചാല് നൈറ്റ് ഒരു മെസ്സേജ് മീൻസ് കോളിംഗ് പോലും ഇല്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടി. ഞാൻ പറഞ്ഞില്ലേ ഒന്നുമില്ലാണ്ട് സ്റ്റാർട്ട് ആയതല്ലേ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞെന്താ അറിയോ, നോർമൽ പ്രപ്പോസൽ പോലെ വരിക, ഫാമിലി ചോദിച്ചിട്ട് ഓക്കെ അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലിനെ തീരെ വിഷമിക്കുന്ന പരിപാടി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റാർട്ടായത്. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റാർട്ടായി ഒരു 1 year ഒക്കെ അങ്ങനെ പോയിണ്ടാവില്ലേ. അതിനുശേഷം പിന്നെ ഞാൻ വർക്ക് ചെയ്യാനും പിന്നെ നമുക്ക് പ്രപ്പോസൽസ് വന്നോണ്ടിരിക്കും. നമ്മൾ മുസ്ലിംസ് ഫാമിലി പെട്ടെന്ന് ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഇപ്പൊ വർക്കിന് കയറിയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും മിഷാക്കും എന്തായാലും ജോബ് കയറി വരണല്ലോ, ചോദിക്കാൻ വരണല്ലോ. ഒരു പണിയില്ലാണ്ട് വന്ന് ചോദിച്ചാൽ എന്തായാലും കൊടുക്കില്ല. അപ്പൊ അങ്ങനെ നിന്ന് പിന്നെ മിഷ വന്ന് ചോദിച്ച് ഒന്ന് സെറ്റിൽ ആയപ്പോ വന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഉമ്മ തീരെ എക്സ്പെക്ട് ചെയ്യാതെ അങ്ങനെ ആയപ്പോ എനിക്കോ എന്നുള്ളൊരു ഇതിലായി. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫാമിലിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മിണ്ടാപ്പൂച്ച. കാരണം ഞാൻ എല്ലാവരുടെ നല്ല മോള് ഈ ആരോടും പ്രേമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് ഞാൻ പ്രേമിച്ചല്ലോ. അപ്പൊ ഒരു ഇതുണ്ടായിരുന്നു. അല്ലാണ്ട് കട്ട എതിർപ്പ് എന്തായാലും തരൂല, മീൻസ് ഫുഡ് തരാണ്ട് അങ്ങനെ അതിലടിച്ചിട്ട് അങ്ങനെ കുറെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞേ മിഷാനെ കുറിച്ച് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ആളാന്ന് കേട്ടാല് നിങ്ങൾക്ക് മിഷാനെ ആളെ കുറിച്ചൊന്നും ബാഡായിട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം പറഞ്ഞു. അങ്ങനെ അവർക്ക് ഓക്കെ ആയി. ആദ്യമായിട്ട് ഫാമിലി മീറ്റ് ചെയ്ത ദിവസം ഓർമ്മയുണ്ടോ നിങ്ങള്? മിഷ ഫാമിലി എന്റെ ഫാമിലിനെ മീറ്റ് ചെയ്താണോ?
മുട്ടയെടുക്കലാണ് ഫസ്റ്റ് കാണുന്നേ. മുട്ടയെടുക്കലോ? എടുക്കാൻ പോയി മിഠായി കൊടുക്കാന്ന് പറയും നമ്മൾ എൻഗേജ്മെന്റിന് ഒക്കെ കൊണ്ടുവരില്ലേ അത്. പിന്നെ ഞാൻ ചോദിച്ചപ്പോ പെണ്ണ് കാണാൻ വരല അത് നമുക്ക് ഉണ്ടായിട്ടില്ല. ഇല്ല. പിന്നെ ഞാൻ ഉമ്മനോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു എന്തായാലും നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു പറ്റിയതും അല്ല. പിന്നെ വിശാഖ അതിനൊരു ടെൻഷൻ അങ്ങനെ വരാൻ കേട്ടോ. അപ്പോഴേക്കും നമ്മൾ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തപ്പോ പിന്നെ അങ്ങനെ കാണാന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് പിന്നെ വീട്ടില് കണ്ണിലുണ്ണിയായി മാറി. പിന്നെ മോന് 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 വിളിക്ക പേര് പോലും വിളിക്കലില്ല. ഭയങ്കര ഇഷ്ടാണ്. നമുക്ക് നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടുത്തെ ഫാമിലിയെ കുറിച്ച് പറയൂ. ഇവിടുത്തെ ഫാമിലി സെറ്റാണ്. ഉമ്മനൊക്കെ കണ്ടില്ലേ? അൽഹംദുലില്ലാ. എനിക്കൊരു ഉമ്മച്ചിനെ കിട്ടി ഇവിടെ വന്നപ്പോ. എന്റെ ഉമ്മ വല്യമ്മ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ മരിച്ചു പോയതാ വീട്ടിലുള്ള ആള്. അപ്പോൾ വന്നപ്പോ ആ വല്യമ്മനെ പോലത്തെ ഒരു ഉമ്മച്ചിനെ കിട്ടി. പിന്നെ ഉമ്മ അപ്പ പെങ്ങളെല്ലാരും. പിന്നെ ഒരു ബ്രദറും കൂടി ഉണ്ട്. ആള് തീരെ ഇവിടെ ഉണ്ടാവലില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോല്ലേ ഇന്റർവ്യൂ വരും. ഞാനിപ്പോ കല്യാണം കഴിഞ്ഞാൽ 2 വട്ടം ആള് കണ്ടിട്ടുണ്ടാവും. കൂടുതലും പുറത്താ. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടുത്തെ ഫാമിലി. ഞാൻ ഫാമിലി വ്ലോഗ് ഒക്കെ ഇട്ടപ്പോ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. എന്തായാലും എനിക്ക് അവിടുത്തെ പോലെ തന്നെ. കാരണം ഞാൻ ഇപ്പൊ 2-3 വർഷമായിട്ട് അവരെ അറിയാലോ. അപ്പം എല്ലാരും സെറ്റാണ്. അവിടുത്തെ പോലെ തന്നെ ഹാപ്പിയാണ്. ഇത്ര വർഷം വെയിറ്റ് ചെയ്ത് കല്യാണം എന്നൊരു മൊമെന്റിലേക്ക് വരുമ്പോ നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കുമല്ലോ. അത് എത്രത്തോളം ഭയങ്കര ഈസി ആയിട്ടാണോ തോന്നുന്നത്? ഓർക്കുമ്പോ എങ്ങനെയാ ഫീൽ ചെയ്യണേ? എന്താ വെച്ചാലേ നമ്മൾ ഈ ഓട്ടപ്പാച്ചിലായിട്ട് നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ ഒരു സമയം കിട്ടിയില്ല. ഡേറ്റ് ഫിക്സ് ആയതുകൊണ്ട് എൻ്റെ ഷൂട്ടും കാര്യമായിട്ട് ഞാൻ കുറച്ച് തിരക്കായിരുന്നു. പിന്നെ ഈ ഡ്രസ്സിന്റെ പിന്നാലുള്ള ഓട്ടം നമുക്കൊരു 5 ഡേയ്സുള്ള പരിപാടിയായിരുന്നു. വീട്ടിൽ 2 ദിവസം പിന്നെ ബാക്കി 3 ദിവസം നമ്മളെ പരിപാടി. അപ്പൊ അതിനുള്ള ഡ്രസ്സ് സെറ്റാക്കല് അങ്ങനെ ഒരു ഓട്ടത്തിലായപ്പോൾ ഈ ഡ്രസ്സൊക്കെ സെറ്റായി കഴിഞ്ഞ് പിറ്റേന്ന് കല്യാണമായിരുന്നു. അപ്പൊ ആ ഒരു ഫ്ലോയില് അതും കഴിഞ്ഞെങ്കിൽ പോകുന്നതായതുകൊണ്ട് അധികം ആലോചിക്കാനും വിഷമിച്ചിരിക്കാനും ഒന്നിനുള്ളൊരു സമയം കിട്ടിയില്ല. ആ ഒരു ഫ്ലോയിൽ ഇങ്ങ് എത്തി. അപ്പൊ അങ്ങനെയാണ്. ഞാൻ നിങ്ങളുടെ കല്യാണത്തിൽ നിന്ന് ഒരു ദിവസം എടുത്തിട്ടുണ്ട്. ഏതാന്ന് ഗസ് ചെയ്യാവോ? എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഈ പരിപാടി കൊള്ളാലോ എന്ന് തോന്നിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ഡേ ഇന്റിമേറ്റ് ഞാൻ വിചാരിച്ചു എന്താ അറിയാ ഫസ്റ്റ് എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞ വൈറ്റ് ഗൗണിൽ ഞാൻ വിചാരിച്ചു ഫ്രണ്ട്സിനെ വെച്ചൊരു ക്ലോസ് പരിപാടി ആയിരിക്കും വിചാരിച്ചു. ക്ലോസ് പരിപാടി ഉണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് മൂവി നൈറ്റിൽ ഓരോ ഫാമിലി ആയിട്ട് വരുന്ന പരിപാടി സെറ്റ് ഞാൻ അത് ഇമാജിൻ ചെയ്തിട്ടേ ഇല്ല. അത് ആരുടെയും കണ്ട് ഇൻസ്പയർ ആയതാണോ അത് ആരുടെ ഐഡിയ ചെയ്ത്? ശരിക്കും കൊള്ളായിരുന്നു സത്യത്തില്. വെറൈറ്റി ചെയ്യണമെന്നുണ്ടായിരുന്നു. പറയാണ്ടിരിക്കുന്നേ. പക്ഷെ ആരോ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. എനിക്ക് റീല് നോർമലി ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോ ചെയ്യല്ലോ. അത് വെഡിങ്ങിന് ചെയ്യാന്നൊരു ഇതാണ് പറഞ്ഞിരുന്നു. ഐഡിയ ഞാനല്ലേ ചേടാ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ കണ്ട ഇത് ചെയ്താൽ കൊള്ളാൻ തോന്നി. എന്നൊരു പുതുമ ആണല്ലോ. അതെ, പക്ഷെ അത് രസമായിരുന്നു. അടിപൊളിയായിരുന്നു സംഭവം. എല്ലാരും അവിടെ വന്ന മക്കള് വരെ കേറിങ്ങാൻ്റെ ഓരോരോ മറിയും ടീമും. എന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് പോയി വലിയ പറയുന്നത് ഞാൻ ഇത് വിട്ടൊരു പരിപാടിക്ക്, അതായത് സ്റ്റാൻഡ് വിട്ടൊരു പരിപാടിക്കില്ല ചെക്കന്മാരെ പറയുന്നത് എല്ലാരും നോർമൽ ഡ്രസ് ഷർട്ടൊക്കെ ടൈറ്റ് കൂടെ വന്നിന്. ഇവരെന്തൊക്കെയോ ചെയ്ത് വരും പറഞ്ഞു. പക്ഷെ അവിടെ എത്തിയതിനു ശേഷം പല പരിപാടി കണ്ടപ്പോ അവർക്കും ട്രൈ ചെയ്യണമെന്നുണ്ടായി. അല്ല ചെയ്ത് കുറെ ഫ്രണ്ട്സ് കേറി ചെയ്തു, കുറച്ചൊക്കെ ചെയ്തു. പിന്നെ ഞാൻ അവിടെ സ്പോട്ടിൽ പോക്കിരിത്ത വിജയായി. ഷർട്ടിനോട് ഷർട്ടിട്ടാതിയല്ലോ. അതെ, പക്ഷെ അത് കൊള്ളാവുന്ന ഒരു നല്ല പരിപാടിയായിരുന്നു. കല്യാണം അടിച്ചു പൊളിച്ചു. എനിക്ക് ടയേർഡ് ആയിരുന്നു ലാസ്റ്റ് ടൈം. രണ്ടും മറ്റേ ടയേർഡ് എത്തി. സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല ലാസ്റ്റ് ഡേയ്സിൽ തീരെ. വെച്ചാൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഉണ്ടാവില്ല, അങ്ങനെ പോലും ഉറങ്ങാണ്ടാണ് ആ ഫസ്റ്റ് ഡേ ഒക്കെ 20th ഞാൻ നിൽക്കുന്നത്. അന്നത്തെ ഞാൻ പറഞ്ഞ മൊത്തത്തിൽ ടയേർഡും ആണ്. മൊത്തത്തിൽ ഉണ്ടാവില്ല ഇപ്പൊ വരാത്ത വിഷമം, വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്ന വിഷമം, അങ്ങനെ മൊത്തത്തിലായിരുന്നു അന്നത്തെ. നമ്മള് പെൺകുട്ടികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. നമ്മളൊരു കല്യാണത്തിന് സമയത്തുമ്പോഴായിരിക്കും നമ്മൾ ഇത്രയും നാളും ജീവിച്ച ഒരു സ്ഥലം, ആളുകളൊക്കെ വിട്ടിട്ട് വേറൊരു ഫാമിലിയിലേക്ക് പോവാന്ന് പറയുന്നത് എത്രത്തോളം എളുപ്പമാണ് ശരിക്കും. അത് ഭയങ്കര ടോക്കറ്റീവ് ആണ്, ആൾക്കാരെ പെട്ടെന്ന് മിങ്കിളാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആണെന്ന് അറിയാം. എങ്കിലും അത് എത്രത്തോളം മിസ്റ്റീനെ. പക്ഷെ എനിക്കുണ്ട് അടയ്ക്കൊരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു എനിക്ക് ഇവിടുത്തെ ഫാമിലിയും ഇവരും അത്രയും മീൻസ് വീട്ടിലത്തേക്കാളും എനിക്ക് ഇവിടെ ചേഞ്ച് ഒന്നും തോന്നുന്നില്ല. മീൻസ് അവിടുത്തെ ഉമ്മ അവിടെ ആണെന്നുള്ളൊരു ഇത് നല്ലാതെ ഇവിടെ എനിക്ക് വേറെ ചേഞ്ച് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്ക് ഉമ്മനെ ജസ്റ്റ് കാണണം എന്നുള്ളൊരു തോന്നൽ നല്ലാണ്ട്
എനിക്കിവിടെ ഓക്കെയാണ്. ഓക്കെയാണ്. അതുകൊണ്ട് എനിക്ക് അത്ര പ്രയാസം പോലെ തോന്നിയില്ല. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ ഒരു ഫാമിലിയിലത്തെ ഒരാളാകുമ്പോൾ നമ്മളെ നാടും നമ്മളെ വീടും അതെന്തെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടാവുമല്ലോ. അല്ലാണ്ട് ചിലർ പറയൂലേ അവിടെ പോയിട്ട് തീരെ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ പോകണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാവില്ല. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വീട് എങ്ങനെയായാലും എനിക്ക് ഇവരെ കൂടെ ഓക്കെയാണ്. എനിക്കിപ്പോ സംസാരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മേഡ് ഫോർ ഈച്ച് ആയിട്ടുള്ള ഒരു കപ്പിളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളെ ഡൗൺ ആകുമ്പോൾ ഒരാള് കൂടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഭയങ്കര പോസിറ്റീവ് ഫീലാണ് എനിക്ക് കിട്ടണേ.